രാജ്യത്തെ ഞെട്ടിച്ച മറ്റൊരു വിമാനാപകടമാണ്. ഇതൊരു സ്വകാര്യ വിമാനമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് അജിത് പവാർ തന്നെ തൻ്റെ യാത്രകൾക്ക് ഉപയോഗിക്കുന്ന ഒരു സ്വകാര്യ വിമാനമാണ്. ബാരാമതി എയർപോർട്ട് അത്ര വലിയ രീതിയിൽ വികസിച്ച എയർപോർട്ടല്ല. പൈലറ്റുമാർക്ക് പരിശീലനം കൊടുക്കുന്ന ഇത്തരം ചെറു സ്വകാര്യ വിമാനങ്ങൾ ഇറങ്ങുന്ന ഒരു എയർപോർട്ടാണ്. അവിടെ ആ രീതിയിൽ വലിയ സംവിധാനങ്ങളോ സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നും മനസ്സിലാവുന്നു. എയർപോർട്ടിന് കുറച്ചകലെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. എയർ സ്ട്രിപ്പിനോട് ചേർന്ന ഭാഗത്തല്ല. ഈ എയർപോർട്ടിനോട് ചേർന്ന് അവിടെയുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഏരിയ കൂടിയുണ്ട്. പൂനെയിലെ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഏരിയയുടെ സമീപത്താണ്, ബാരാമതിയിലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഏരിയയ്ക്ക് തൊട്ടടുത്താണ് ഈ എയർപോർട്ട് നിൽക്കുന്നത്. ജനവാസ മേഖലയിലല്ല വീണത്, വളരെ വിജനമായൊരു ഭാഗത്താണ്. അവിടെ എനിക്ക് തോന്നുന്നത് രക്ഷാപ്രവർത്തനം തന്നെ അല്പം ദുഷ്കരമായൊരു പ്രദേശമാണ് അവിടെ. പക്ഷേ അപകടമുണ്ടായി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവിടെ രക്ഷാപ്രവർത്തക സംഘത്തിന് എത്താൻ സാധിച്ചു. ആശുപത്രിയിലേക്ക് അജിത് പവാറിനെ മാറ്റിയെങ്കിലും പക്ഷേ രക്ഷിക്കാൻ സാധിച്ചില്ല. 5 പേരും മരണത്തിന് കീഴടങ്ങി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. വിമാനം ഏകദേശം പൂർണ്ണമായും കത്തി അമർന്നതായിട്ടാണ് ദൃശ്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ നോബിൾ? അരുൺ, അങ്ങനെ തന്നെയാണ്. വിമാനം ഏറെക്കുറെ പൂർണ്ണമായും കത്തി അമർന്നിരിക്കുന്നു. ഈ ലാൻഡിങ്ങിന് പിന്നാലെയാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ അവിടെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ വിമാനത്താവളത്തിലാണ് എൽക്കാലവും, പ്രത്യേകിച്ച് അജിത് പവാറിൻ്റെ ജന്മദേശം കൂടിയാണ്. അദ്ദേഹം എപ്പോഴും വന്നിറങ്ങുന്നത് ഈ വിമാനത്താവളത്തിലാണ്. അവിടെയാണ് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇത് ആദ്യമായോ അല്ലെങ്കിൽ അപൂർവമായോ അദ്ദേഹം വരുന്ന സ്ഥലമല്ല. എപ്പോഴും ബാരാമതിയിലേക്കാണ് അജിത് പവാർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ചടങ്ങുകളെല്ലാം മാറ്റിവെച്ച് വരാറുള്ള സ്ഥലം. അവിടെയാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും എന്താണ് അപകട കാരണം എന്നതിനെക്കുറിച്ച് DGCA ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് DGCA വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തെങ്കിലും സാങ്കേതിക തകരാറാണോ അല്ലെങ്കിൽ വിമാനം ലാൻഡ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ അപകടത്തിന് കാരണം ആയത് എന്ന് പരിശോധിക്കുന്നു എന്ന് അറിയാൻ കഴിയും. നിലവിൽ ഇപ്പോൾ 6 പേർക്ക് ഇതിൽ മരണം സംഭവിച്ചിരിക്കുന്നു. അജിത് പവാർ അടക്കം 6 പേരും മരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അജിത് പവാർ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ 2 അസിസ്റ്റന്റ്മാർ, അതായത് സെക്യൂരിറ്റി ജീവനക്കാരാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു NCP പ്രവർത്തകൻ, അതോടൊപ്പം 2 പൈലറ്റുമാർ എന്നിവരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത്. അതായത് 6 പേർ മരിച്ചിരിക്കുന്നു എന്ന സ്ഥിരീകരണം വരുന്നു. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയുടെ പല മേഖലകളും ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ബാരാമതിയിലേക്ക് എത്തിയത്. ഇന്നിപ്പോൾ 4 റാലികളിൽ അജിത് പവാർ അഭിസംബോധന ചെയ്യാൻ ഉണ്ടായിരുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ആ പരിപാടികൾക്ക് വേണ്ടി, അതായത് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിന് വേണ്ടിയാണ് അജിത് പവാർ ഇന്നിപ്പോൾ അങ്ങോട്ട് എത്തുകയും ചെയ്ത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. 8 മണിക്കാണ് മുംബൈയിൽ നിന്ന് വിമാനം പുറപ്പെട്ടത് എന്നാണ് അറിയാൻ കഴിയുന്നത്. 8:45-ന് ഇവിടെ ലാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അപകടം ഉണ്ടായി എന്ന് എയർപോർട്ട് അതോറിറ്റി വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും ഈ വിമാനം തകർന്നു വീണതിന് പിന്നാലെ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന സൂചന പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം ഇതൊരു ആളൊഴിഞ്ഞ വിജനമായ പ്രദേശമാണ്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ ഒരു വിമാനത്താവളമൊന്നുമല്ല, ഒരു ചെറിയ വിമാനത്താവളം മാത്രമാണ് ബാരാമതി എന്ന് പറയുന്നത്. ആ വിമാനത്താവളത്തിലാണ് ഈ അപകടം ഉണ്ടായത്. സ്വാഭാവികമായി അതിൻ്റെ ഒരു പരിമിതികൾ രക്ഷാപ്രവർത്തനം ഉണ്ടായി എന്ന് അറിയാൻ കഴിയുന്നു. പക്ഷേ വിമാനം ചെറു വിമാനമാണ്. സാധാരണ അജിത് പവാർ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ യാത്രകൾക്കൊക്കെ ഉപയോഗിക്കുന്ന വിമാനം കൂടിയാണ്. ആ വിമാനം തകരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം അല്പം മന്ദഗതിയിലായി എന്ന ചില സൂചനകൾ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണെങ്കിലും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. നോബൽ ബാരിക്കാരനും പിയ സുനിലും അഭിനന്ദനും തത്സമയം തുടരുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ പൂനെ ജില്ലയിലുള്ള ബാരാമതി എയർപോർട്ടിന് തൊട്ടടുത്ത് അജിത് പവാർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ചെറുവിമാനം തകർന്നു വീണ് 5 പേരും മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിരുന്നു, NCPയുടെ നേതാവായിരുന്നു അജിത് പവാർ.